ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു പേപ്പർ കൊണ്ടൊരു ഫോൺ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയാലോ? ഓക്കെ, അതിനായി ആവശ്യം വരുന്നത് ഒരു A4 ഷീറ്റ്, ഇങ്ങനെ മടക്കിയ ഒരു A4 ഷീറ്റ്, പെൻസിലുകൾ, റബ്ബറും, പിന്നെ ഒരു സ്കെയിലും, പിന്നെ സ്കെച്ചുകളൊക്കെ മതി. ആദ്യം A4 ഷീറ്റ് എടുത്തിട്ട്, A4 ഷീറ്റ് ഇങ്ങനെയുള്ളതായിരിക്കും, അത് നേരെ മടക്കുക. ഇങ്ങനെ ആക്കുക. എന്നിട്ട് നേരെ തല തിരിച്ചിട്ടും കൂടെ നല്ലവണ്ണം മടക്കാം. എന്നിട്ട് നേരത്തെ ഒക്കെ പോലെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വിടർത്തി കീറാം. ഓക്കെ, ഇങ്ങനെ 2 പേപ്പർ ഇട്ടിട്ടുണ്ടാവും. ഇതിലുള്ള നല്ലൊരു പേപ്പർ എടുത്തിട്ട് ഇതെടുക്കാം. എന്നിട്ട് ആ പേപ്പറിന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, പക്ഷെ കളയണ്ട. ഇത് ഇങ്ങനെ ഒന്ന് മടക്കാം. ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതേപോലെ ഒരു പ്രാവശ്യം കൂടെയും കൃത്യം മടക്കാം. പിന്നെ ഒരു പ്രാവശ്യം കൂടെയും കൃത്യം മടക്കാം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിരിക്കും. ഇത് നേരം ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കാം. ഇത്ര വലുപ്പം നമുക്ക് വേണം. ഇനി ഇതേപോലെ ഒരു പ്രാവശ്യം കൂടെയും മടക്കാം. എന്നിട്ട് ഈ സ്കെയിൽ എടുത്തിട്ട് കൈ കൊണ്ടാക്കിയാൽ മതി. നല്ല കട്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ സ്കെയിൽ എടുത്തത്. നിർത്താം. ഇതെല്ലാം നിവർത്താം. ഇങ്ങനെ കിട്ടിയിരിക്കും. കുറേ സ്ക്വയറുകളായി കിട്ടും. പിന്നെ കത്രികയും ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ മടക്കാം. പിന്നെ മടക്കിയിട്ട് തിരിച്ച് നിവർത്തിയിരുന്നില്ലേ, അതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം മുറിക്കണം. ഞാൻ കത്രിക എടുത്തിട്ട് വരാം. ഇനി നമ്മുടെ കത്രിക ഇവിടെ ഉണ്ട്. ഈ കത്രിക ഉപയോഗിച്ച് ഈ സ്ഥലം, ഈ വെട്ടിയ ഈ സ്ഥലം ഒന്ന് മുറിക്കാം. നോക്കൂ, ഈ ഭാഗം മുറിക്കാം. ഈ ഭാഗം മുറിക്കാം. എന്നിട്ട് നേരെ മുറിച്ച ഭാഗം നേരെ ഇങ്ങോട്ട് മടക്കാം. എന്നിട്ട് ഇവിടെ ഒപ്പിക്കാം. എന്നിട്ട് കൈവിരൽ കൊണ്ട് ഇങ്ങനെ ആക്കാം. അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ മുറിക്കണം. ഇവിടെ മുറിക്കാം. എന്നിട്ട് നേരെ ഇങ്ങോട്ട് മടക്കാം. അങ്ങോട്ട് മടക്കിയതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണ് മടക്കേണ്ടത്? ഇങ്ങോട്ട് മടക്കണം. ഇങ്ങോട്ട് മടക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ മടക്കിയ ഈ ഭാഗമില്ലേ, അവിടെ മുറിക്കാം. മുറിച്ച് എന്നിട്ട് ആ ഭാഗത്തേക്ക് മടക്കാം. ഇതൊക്കെ വേഗം കിട്ടേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെയും മുറിക്കാം. നമുക്കിത് മടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് മുറിച്ച് മാറ്റാം.
പക്ഷേ ഇത് ചിലപ്പോൾ നമുക്കൊക്കെ ആവശ്യമുണ്ടാകും. അവിടെ ചെറിയ പീസൊക്കെ എടുത്ത് വെക്കാം. ഇനി ഇതിങ്ങോട്ടാണ് പോകേണ്ടത്. അതിനായി നമ്മൾ ഇവിടെ വെട്ടി, എന്നിട്ട് ഇത് നേരെ ഇവിടേക്ക് മടക്കി. അവിടേക്ക് മടക്കിയതിന് ശേഷം പിന്നെയും താഴേക്ക്. ഇപ്പോൾ മുഴുവൻ താഴെയും എത്തി. ഇപ്പോൾ ഒരു പീസ് പോലെ ഇട്ടിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വേണ്ട. ഇനി ഇങ്ങോട്ട് മടക്കണം. ഇങ്ങോട്ട് നമ്മൾ മടക്കി. ഇനി നല്ലോണം കൈവിരൽ കൊണ്ട് ആക്കാം. പിന്നെ ഇത് നമുക്ക് ആവശ്യമുണ്ടാകില്ല. പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ 3 നമുക്ക് പിന്നെ ആവശ്യമുണ്ടാകും. ഇതിലാവശ്യമില്ല. ഇത് ഇങ്ങനെ മുറിച്ചിട്ട് ഇതും ഇവിടെ ആക്കാം, മടക്കാം. ഇനി ഇത് കൈകൊണ്ട് ഇങ്ങനെ ആക്കാം. ഇപ്പോൾ ചെറുങ്ങനെ ഒരു ബുക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. 2 ഇങ്ങനത്തെ ഭാഗവും 2 അടച്ച ഭാഗങ്ങൾ. ഇവിടെ അടച്ചിട്ടുണ്ട്, ഇവിടെയും അടച്ചിട്ടുണ്ട്. അതിനാൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിക്കളയണം. ഈ പേപ്പർ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മുറിച്ച് മാറ്റാം. ഇത് തിരി മുറിച്ച് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെ കുറച്ച് ലെവലാക്കണമെങ്കിൽ ലെവലാക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ പേജുകളായി കിട്ടാം. ഇത് നമ്മുടെ ഒരു ബുക്ക് പോലെ ആവണമെങ്കിൽ, ഒരു ഫോൺ പോലെ ആവണമെങ്കിൽ ഒരു പേപ്പർ ഫോൺ പോലത്തെ സാധനമാകും. അല്ലാതെ സാധാരണ മറ്റേ ഫോൺ പോലെയല്ല. ഈ ഫോണിൽ വാട്സപ്പിൻ്റെ ഓരോന്നെല്ലാം എഴുതും. അതേപോലെ ഇങ്ങനെ വെച്ച് സ്റ്റാപ്ലർ അവിടെ അടിക്കണം. ഇങ്ങനെ ഇവിടെ മടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് 2 പേജായിട്ട് തെറിച്ചു പോകും. അതുകൊണ്ട് സ്റ്റാപ്ലർ അടിക്കാൻ പോകാം. എൻ്റെ കയ്യിൽ ഇവിടെ സ്റ്റാപ്ലർ ഉണ്ട്. ഞാൻ ഇപ്പോൾ സ്റ്റാപ്ലർ അടിക്കും. ഈ ഭാഗത്ത് അടിച്ചു പോകരുത്. ഈ ഭാഗത്ത് തന്നെ അടിക്കണം. അടിക്കുമ്പോൾ സ്റ്റാപ്ലർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലായി പോകരുത്. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റാപ്ലർ ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓരോ പേജായിട്ട് വെറുതെ ഒന്ന് തുറന്ന് നോക്കാം ഇങ്ങനെ. എന്നിട്ട് ഇതൊക്കെ അവിടെ മാറ്റി വയ്ക്കാം. ഇനിയുള്ള പണി ഇതിന് വരച്ച് ഒക്കെ ചെയ്യാനാണ്. അതിനാണ് ഇത്. ആദ്യം ഫോണിൽ ചെറിയ ബോർഡർ വേണം. അതിന് സ്കെയിലില്ല. ഞാൻ നേരത്തെ വേണമെന്ന് പറഞ്ഞ സ്കെയിൽ അതെടുത്ത് വെക്കാം. എന്നിട്ട് ഇതിന് ബോർഡർ വരക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ബോർഡർ വരച്ചതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫോണിൻ്റെ പോലെയൊക്കെ എന്തെങ്കിലും വരച്ച് ചേർക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സാധാരണ ഫോൺ പോലെ ആക്കണം. കറുപ്പായിട്ട് അത് നമുക്ക് പിന്നെ ആക്കാം സ്കെച്ച് എടുക്കുമ്പോൾ. പിന്നെ ഫോണിൻ്റെ ബാക്ക് അടിക്കുന്നതൊക്കെ സാധനം ഉണ്ടാകില്ലേ ഇവിടെ, അത് എല്ലാ തട്ടയിലും വേണം. അതിന് ഞാൻ ആക്കുന്നതാണ് ഇത്. ഒരു സ്ക്വയർ, ഒരു വട്ടം, ഒരു ട്രയാങ്കിൾ. ഇങ്ങനെ ആക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് ഈ പേജ് എടുക്കരുത്. ഇവിടെ പോയി ആ പേജ്. ഓക്കെ, ഈ പേജ് എടുക്കരുത്. ഇവിടെ സ്കെച്ചാക്കുമ്പോൾ ഇവിടെ അതാകും. അതുകൊണ്ട്
നമുക്ക് ഈ പേജ് എടുക്കാം, പുതിയ പേജിൽ. ആ പേജിൽ നമുക്ക് എപ്പോഴും ഫോൺ വിളിക്കുകയല്ലേ ചെയ്യുക ഫോൺ എടുത്താൽ. അതുകൊണ്ട് ഫോൺ വിളിക്കുന്നത് ഈ പേജ് കഴിഞ്ഞിട്ട് വരക്കണം. ഇവിടെ ഫോൺ തുറന്നാൽ ഉണ്ടാകില്ല. അത് വാട്സപ്പ് നല്ല എഴുതിയിട്ടുള്ള ഞാനിവിടെ വരക്കുന്നതാണ്. ഇതിനും എല്ലാത്തിനും ബോർഡർ ആവശ്യമുണ്ടാകും. ഫോണിന് ബോർഡർ ഉണ്ടാകില്ലേ, അതുപോലെ. ഓക്കെ, ഞാനിവിടെ ബോർഡർ വരച്ചു. ഇനി നമ്മുടെ ആ ചിത്രമൊക്കെ വരക്കാം. ഫോൺ വിളിക്കുകയില്ല ആദ്യം ചെയ്യുക. അതിനെക്കൊണ്ട് ഫോൺ വിളിക്കുന്നതിൻ്റെ ചിഹ്നം വരക്കാം. ഫോൺ വിളിക്കുന്നതിൻ്റെ ചിഹ്നം ഇവിടെ വരച്ച് വെച്ചു. ഇനി വാട്സപ്പ് നോക്കില്ലേ, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂട്യൂബൊക്കെ വരക്കണം. ആദ്യം വാട്സപ്പ് ഇങ്ങനെ. വാട്സപ്പിൻ്റെ ഉള്ളിലും ഒരു ചെറിയൊരു ഫോൺ പോലത്തെ ഉണ്ടാകും. അതും കൂടെ അങ്ങ് വരച്ച് ചേർത്തു. ഇനി വാട്സപ്പ് യൂട്യൂബ് നോക്കില്ലേ, അതുകൊണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ചിഹ്നവും വരച്ചു. ഇനി ഫേസ്ബുക്ക്. ഇങ്ങനെ ഒരു എഫ് എഴുതി അതിനെ ഒരു പെട്ടിയിലാക്കാം. ഫേസ്ബുക്കും വരച്ചു. പിന്നെ അതിൽ ക്യാമറ ഉണ്ടാകും, ഗാലറിയും ഉണ്ടാകും. ക്യാമറ ഞാൻ എൻ്റെ ഫോണിലുള്ള ക്യാമറ പോലെയാണ് വരക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ളത് പോലെ വരക്കാം ക്യാമറ. പിന്നെ ഗാലറിയും ഞാൻ എൻ്റെ ഫോണിലുള്ള പോലെ. ഓക്കെ, ക്യാമറയും ഗാലറിയും വരച്ചു. ഇനി ഗൂഗിൾ ഉണ്ടാകില്ലേ, ആ ഗൂഗിൾ വരച്ചു. ഇത്രയൊക്കെ മതി, മുഴുവൻ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ഗൂഗിൾ നമുക്കിവിടെ വരക്കാം. ഗൂഗിൾ വരച്ചു. ഇതാ, ഇനി നമുക്കെന്താ വരക്കേണ്ടത്? ഒരു നീണ്ട എന്തോ ഗൂഗിൾ പോലത്തെ ഒന്നും ഉണ്ടാകില്ലേ, ജി എഴുതിയിട്ടുള്ള. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതാ ഏറ്റവും അടിയിലുള്ള അതൊക്കെ ഉണ്ടാക്കും, അതും വരക്കാം. എന്നിട്ട് മുന്നിൽ ഇതാ വരച്ച പോലത്തെ ആ സ്ക്വയറും വട്ടവും ട്രയാങ്കിൾ പോലത്തെയും വരക്കാം. ഇനി കൃത്യം അപ്പുറത്തെ പേജ് എടുക്കണം. അപ്പുറത്തെ പേജ് എടുത്ത് പുതിയ പേജിൽ നമുക്ക് വരക്കാം. നമുക്ക് ആദ്യം ഫോൺ വിളിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത്, അതിനെ കൊണ്ട് കോണ്ടാക്റ്റ് വരക്കാം. കോണ്ടാക്റ്റിൽ എന്തെല്ലാം ഉള്ളത്? ആദ്യം ആരിലെ വിളിക്കണമെന്ന് പറയുമ്പോൾ ഒരു പീപ്പിളിൻ്റെ ഒരു ആളെ ചിഹ്നം ഇവിടെ ഉണ്ടാവില്ല, അത് ആദ്യം തന്നെ അങ്ങ് വരച്ച് കളയാം. അത് വരച്ചു. പിന്നെ കോണ്ടാക്റ്റിൻ്റെ ചിഹ്നം ഉറപ്പായും ഉണ്ടാകും, അതിപ്പുറത്തെ സൈഡിലാണ് ഉണ്ടാകുക. ഓക്കെ, എന്നിട്ട് ആരിലെ വിളിക്കുന്നതൊന്നും ഉണ്ടാകില്ല, അത് നമുക്കിവിടെ എഴുതാം. സനു, എൻ്റെ അച്ഛൻ്റെ പേരാണ് സനു. പിന്നെ അതിൻ്റെ അടുത്തൊരു വട്ടം വരച്ചെടുക്കുക. എന്നിട്ട് ഒരു വട്ടം വരച്ചിട്ട് ഞാൻ വിനിഷ, എൻ്റെ അമ്മേൻ്റെ പേരാണ്.
വിനിഷ, ഹെയ്തി എൻ്റെ വാവയുടെ പേരാണ്, അനിയത്തി. ഹെയ്തി. അങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ എൻ്റെ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. കോണ്ടാക്റ്റിന് ഇനി കളറാണല്ലോ. ഇനി അടുത്ത പേജ് എടുത്തിട്ട് വാട്സപ്പ് ഈ കോണ്ടാക്റ്റും വാട്സപ്പും ഇല്ലേ, അതിന് നമുക്ക് ബോർഡർ വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിനെക്കൊണ്ടാണ് ഞാൻ ബോർഡർ വരയ്ക്കാതെ നിന്നത്. ഇതിനുണ്ടാകും, പക്ഷേ ഇതിനുണ്ടാകില്ല. അത് നമ്മുടെ ഫോണിനുണ്ടാകും, പക്ഷെ കോണ്ടാക്റ്റ് മാത്രം കാണിക്കുമ്പോൾ ഉണ്ടാകില്ല. ഇനി ഇത് അപ്പുറത്തെ പേജ് എടുത്തിട്ട് വാട്സപ്പ് വരക്കാം. ഒരു വരിയും വാട്സപ്പിൻ്റെ ഇനിയും ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഇങ്ങനത്തെ എല്ലാം ഉണ്ടാവില്ലേ, അതും വരക്കാം. ഇനി ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പീപ്പിളിൻ്റെ സിഗ്നലും വരച്ചിട്ട് ഓരോ പേര് എഴുതുക. ഓരോ ഗ്രൂപ്പ്സിൻ്റെ എല്ലാം ഞാൻ ഇവിടെ ആദ്യം തന്നെ എഴുതുന്നത് എൻ്റെ സ്കൂളിലത്തെയാണ്. അയ്യോ, നമുക്കിവിടെ ചെറുത് എഴുതാം, വലുത് അവിടെ കൊള്ളാറില്ല, താഴെ ഒന്നും പോകില്ല. നമുക്കിവിടെ എഴുതേണ്ടത് ഒരാൾക്കാരുടെ വാട്സപ്പ്. അധികവും സനു എന്നാണ് എൻ്റെ അച്ഛൻ്റെ. പിന്നെ വിനിഷയും അമൃതയൊക്കെ ഉണ്ടാകും. വിനിഷ, അമൃത. അതിന് മുന്നേ വേറെ ഉണ്ടാവലുണ്ടല്ലോ. ഇത്രേ കൊള്ളാറുള്ളൂ. ഇതാ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ വാട്സപ്പും കഴിഞ്ഞു. ഇനി യൂട്യൂബ് ഉണ്ടാകില്ല. ആ യൂട്യൂബ്, അതിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ടാകും. യൂട്യൂബിന് അതുപോലെ സെർച്ച് ഉണ്ടാകും. യൂട്യൂബിൻ്റെ ചിഹ്നവും. എന്നിട്ട് ഇവിടെ ഓരോ വീഡിയോസ് വരക്കാം. ഒരാളെ ഒന്നും വരക്കണമെന്നൊന്നുമില്ല, ഒരു സ്ക്വയർ അങ്ങ് വരച്ച് കിട്ടാൽ മതി. എന്നിട്ട് എൻ്റെ നേരെ ഏതാ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ എഴുതാം. ആദ്യം തന്നെ ഹെയ്തിയുടെ ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു വ്ലാഡ് ആൻറ്റിക്ക്. സോറി, ഞാനിപ്പോൾ വരുന്നേ. ഇനി വ്ലാഡ് ആൻറ്റിക്ക് എഴുതി വെച്ചു. വ്ലാഡ് ആൻറ്റിക്ക് കഴിഞ്ഞിട്ട് കിങ് കോങ്ങിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, അത് എഴുതാം.
കിങ് കോങ്. പിന്നെ എന്താണ് M4 അത് ഉറപ്പായി ഉണ്ടാകലുണ്ട്. M4 ടെക്. ഇവിടെ ഞാൻ അതിൽ തിരിഞ്ഞായിരിക്കും കാണുക എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പേജ് വാട്സപ്പ്, യൂട്യൂബ്. പിന്നെ എന്താകുക, നമ്മൾ ഫോട്ടോ എടുക്കില്ലേ, ക്യാമറ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നില്ല, അതുപോലെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതും നമുക്കാക്കാം. അതിനും മേലെ ഇതുപോലെ ഒരു വര ഉണ്ടാകും, സമയമൊക്കെ കാണിക്കുന്നത്. അവിടെ നമുക്ക് സമയം എഴുതാം. ഞാൻ എൻ്റെ വീഡിയോയിലുള്ള സമയം നോക്കിയാണ് എഴുതുന്നത്. ഇങ്ങനെ നമുക്ക് സമയവും എഴുതണം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സമയം. ഓക്കെ, സമയം എഴുതി വെച്ചിട്ട് നമുക്ക് ക്യാമറയൊക്കെ കാണണ്ടേ. അതിനും നമുക്ക് ഇവിടെ ബ്ലാക്ക് അല്ല ഒരു ചിത്രമൊക്കെ വരച്ചെടുക്കണം. അതിൻ്റെ താഴെയായ ഒരു വരയും വരച്ചിട്ട് വരയുടെ ഉള്ളിൽ നമുക്ക് വീഡിയോ ക്യാമറ നല്ല ചിഹ്നമൊക്കെ വരച്ചെടുക്കാം. ഇങ്ങനെ പിന്നെ ഇവിടെ തിരിക്കുന്നുണ്ടാവില്ലേ, അങ്ങോട്ട് എടുക്കണമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് എടുക്കണമെങ്കിലുള്ള അതും ഒക്കെ വരക്കാം. ഞാനിവിടെ വരച്ചു വെച്ചു. ഇനി ഇവിടെ ആരെയാണ് ഫോട്ടോ എടുക്കുന്നത് അതും നമുക്ക് വരക്കാം. ഫോട്ടോ എടുക്കുന്നത് ഒരു കുട്ടിയാവാം, ഒരു കരടിയെ വരച്ചു വെക്കാം. കരടിയെ വരക്കാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഹെയ്ദിക്ക് വേണ്ടിയിട്ട് ഒരു കരടിയുടെ ഒരു ബുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതുണ്ടാക്കാനുള്ള ഐഡിയ കിട്ടിയത്. അത് കഴിഞ്ഞ് നമുക്ക് കരടിയുടെ ശരീരം വരക്കണം. ശരീരം ഒരു ഉണ്ടപ്പനായിട്ട് അവിടെ കാണില്ല, ഒരു ഉണ്ടപ്പ കിടക്കയിൽ അതിനെ പോലെ അങ്ങ് വെച്ച് വെക്കാം. ഒരു കൈയും ഇങ്ങനെയെങ്കിലും മതി. ഒരു ലവും 2 കുടുക്കും വരച്ചു കൊടുക്കാം. എങ്ങനെയെങ്കിലും ഒരു കരടി മതി. ഓക്കെ, പിന്നെ ക്യാമറ, ഗാലറി ഉണ്ടാകില്ല. അതെല്ലാം സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ഗാലറിയാണ് ഇതിൻ്റെ ലാസ്റ്റ് പേജ്. പിന്നെ ഒരു ഗൂഗിളും ഞാൻ കൃത്യം പേജ് നോക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഗാലറി ആക്കും, ഇവിടെ ഗൂഗിളും ആക്കും. എന്നാൽ പേജൊക്കെ കഴിഞ്ഞു. ഗാലറിക്ക് ഏതൊക്കെ ചിത്രം എടുക്കാം? ആദ്യം തന്നെ കരടിയുടെ ചിത്രം എടുക്കാം. ഇങ്ങനെ മതിയ ചിത്രമൊക്കെ വേണമെന്നില്ല, ചെറിയതായ ചിത്രമൊക്കെ വരക്കാം. ഗാലറി ചിത്രമല്ലേ നിർബന്ധം. ഗാലറിയിലത്തെ ചിത്രത്തിന് സ്കെച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. ഗാലറിയിലത്തെ സ്കെച്ചൊന്നും കൊടുക്കണമെന്നില്ല, വേറെണ്ണം കൊടുത്താൽ മതി. എഴുതിയ ഫോട്ടോ എടുക്കില്ലേ, അതൊക്കെ വരച്ചാൽ മതി. അതിൽ ആ ഈ ഒക്കെ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലൊക്കെ അയക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കുക. ഇത്രയൊക്കെ മതി. ഇനി വേറെ ഒരു ഫോട്ടോ 3 വരച്ചിട്ട് നിർത്താം. ഗാലറി പിന്നെ എന്ത് ഫോട്ടോ ഉണ്ടാകും?
പെൻസിലുണ്ടാകും. ഓക്കെ, ഒരു പെൻസില്, പിന്നെ ഒരു കുട്ടീനെയും കൂടെ അങ്ങ് വരക്കട്ടെ. ഇതൊന്നും റെഡിയാവില്ലേ, ചെറിയൊരു വരക്കുന്നതല്ലേ. പിന്നെ ഒരു കുട്ടീനെയും കൂടെ അങ്ങ് വരച്ച് വെക്കട്ടെ. കുട്ടിയല്ല, കരടിയാണേ. ഇങ്ങനെയെങ്കിലും മതി. നേരെ താഴെ ഉണ്ടാകും ആൽബം എഴുതാം. ആൽബം. എന്നിട്ട് അടുത്ത ലാസ്റ്റത്തത് ഗൂഗിളാണ്. ഗൂഗിളും എടുത്തു വയ്ക്കാം. ഗൂഗിൾ നമുക്ക് എന്നാ കാണുക. ഞാൻ വരച്ച നീണ്ട സാധനം ടൈപ്പൊക്കെ ചെയ്യുന്നത് ഇത് ഗൂഗിളിൻ്റെതാണ്. ഗൂഗിളിൻ്റെതാ ഈ സാധനം വരച്ചു. ഇവിടെ ഓരോ പരസ്യങ്ങളുണ്ടാകും. ഒരു വലിയ പരസ്യം. അയ്യോ, ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് ഓരോരോ പരസ്യങ്ങളൊക്കെ ഉണ്ടാകും. പരസ്യമെല്ലാം നമ്മൾ ഗൂഗിൾ എടുത്താൽ നമുക്കറിയാത്ത ചിത്രങ്ങളുമൊക്കെ വരില്ലേ, അതുകൊണ്ട് ഇനി ആ പരസ്യത്തിൽ എന്തെങ്കിലും വരച്ചു വെക്കാം. ഫോണ്. ഞാനിവിടെ ഒരു ഫോണാണ് വരച്ചു വെക്കുന്നത്. ഗൂഗിളിൽ ഫോൺ വാങ്ങുന്നത് പോലെ. ഗൂഗിൾ ഇവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ ഫോണിൻ്റെ ബാക്കില്ലേ, ബാക്ക് ഭാഗത്ത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇത് ഉണ്ടാക്കില്ലേ, എന്നാൽ ഇപ്പം പറയാം, ഒരു ക്യാമറേൻ്റെ ഇങ്ങനത്തെ സാധനം അത് അവിടെ വരച്ച് ചേർത്താൽ എല്ലാം റെഡിയാകും. ഓക്കെ, അതും കൂടെ ഞാനിവിടെ വരച്ചു. ഇനി സ്കെച്ച്, അതും കൂടിയാ ഉള്ളൂ. പിന്നെ എല്ലാം കഴിയും. നമുക്ക് ആദ്യം തന്നെ കറുപ്പ് സ്കെച്ച് തിരഞ്ഞെടുക്കണം. ഓക്കെ, എനിക്കിപ്പോൾ തന്നെ കിട്ടി. പിന്നെ മുന്നത്തെ പേജിൽ കളർ എടുക്കാനാണ്. ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്താൽ മതി, അല്ലാതെ കാണുമ്പോൾ തന്നെ ചെയ്യേണ്ട. മുഴുവൻ കണ്ട് പിന്നെ ഒന്നും കൂടെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ കണ്ടോക്ക്. ഇങ്ങനെ ചെയ്തോ. എടാ, ഞാൻ കറുപ്പ് കളറൊന്നും കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലത്തെ ഭാഗത്തും ബോർഡറിന് അങ്ങനെ തന്നെ നമുക്ക് കളറാൻ കൊടുത്തു പോകാം. നമുക്ക് ഫോണിൽ ശരിക്കുള്ള ഫോണിൽ എങ്ങനെയാണ് ഫോണുള്ളതെന്ന് നോക്കി കളർ എടുക്കാം. അതും ഞാൻ ഇവിടെ ചെയ്യുന്നത് പോലെ. എനിക്ക് അറിയാം ഏതെല്ലാം കളറാണ് ഇവിടെയുള്ളത് അവിടെയുള്ളതൊക്കെ. വെള്ള കളറുള്ളതിനൊക്കെ വെള്ള കളറിലുള്ളതൊക്കെ ഔട്ട്ലൈൻ കറുപ്പ് കൊണ്ട് കൊടുക്കണം. കറുപ്പ് ഇത്ര മതി. പിന്നെ യൂട്യൂബില്ലേ, ചുവപ്പ്. ഓക്കെ, ചുവപ്പ് കളറ് യൂട്യൂബിന് കൊടുക്കാം. കൊടുത്ത് ഈ ഒരു നീല കളറുണ്ട്. ഫേസ്ബുക്കിന് നമ്മളിവിടെ ഫേസ്ബുക്ക് ആക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് എനിക്കറിയില്ല എങ്ങനെയാണ്. എൻ്റെ ഫേസ്ബുക്ക് എടുത്താലുള്ളത്
കൊണ്ടാണ് ഞാൻ ആക്കാത്തത്. പിന്നെ കോണ്ടാക്റ്റും അതൊക്കെ ഇല്ല. വാട്സപ്പും കോണ്ടാക്റ്റിനും വാട്സപ്പിനും പച്ച. ഓക്കെ, ഇനി ഗൂഗിളിന് നമുക്ക് ചുവപ്പ് കൊടുക്കും. ചുവപ്പ്, പുതിയ ചുവപ്പ് എടുക്കട്ടെ. ക്യാമറക്ക് നമ്മൾ വയലറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല കളർ, ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആകുകയാണ്. പിന്നെ ഗാലറി, ഒരു മലയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് ചിത്രമൊക്കെ പോലെ. ഗാലറിയും കൂടിയായി. ഇനി ഞാൻ ഇത് മുഴുവൊക്കെ കളർ എടുത്തിട്ട് അവസാനം കാണിച്ചു തരാം. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ വേഗം കളർ എടുത്ത് പോവുകയാണ്. ഇനി നമ്മുടെ കോണ്ടാക്റ്റ്, പച്ച കളർ കോണ്ടാക്റ്റ് ചിഹ്നത്തിന്. പിന്നെ ഓരോ വട്ടം വരച്ചിട്ടില്ല, അത് ഞാനൊന്നും ആക്കുന്നില്ല. ഇനിയും കുറച്ച് പച്ച കളർ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് നീല ഉണ്ടാകും. ഓരോ പേരിനും ഓരോ കളറും കൊടുക്കാം നമുക്ക് സ്കെച്ച് കൊണ്ട്. ഓരോ പേരിൻ്റെ മുകളിൽ എഴുതാം. ഞാൻ ആദ്യം ഡാർക്ക് നീല എടുത്തു. പിന്നെ അയ്യോ, ഇത് പഴയ പിങ്കായിപ്പോയി. പഴയ പിങ്കല്ല, പുതിയ. ഓക്കെ, വിനിഷൊക്കെ പിങ്ക്, സനുവൊക്കെ ബ്ലൂ. പിന്നെ ഹെയ്ഡിക്ക് നമുക്ക് എന്തെടുക്കാം? ഓറഞ്ച് എടുക്കാം. എല്ലാം പഴയതാണല്ലോ. പുതിയ ഇവിടെ ഒലിച്ചിരിപ്പുണ്ട്. ഹെയ്ഡി. ഇനി അപ്പുറത്തെ പേജ് വാട്സപ്പ്. വാട്സപ്പിന് ഞാൻ മേലെ ഒരു വര വരച്ചില്ലേ, ആ വരയ്ക്ക് ഡാർക്ക് പച്ച. ഞാൻ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഓരോ ആൾക്കാരെയും വാട്സപ്പിൻ്റെ ആളുകളെ ഞാൻ വരച്ചില്ല, ചെറിയ ചെറിയ അതെല്ലാം കളറുകൾ കൊടുക്കാം. പിന്നെ ഞാൻ ഞാനിവിടെ എഴുതി. ഇപ്പോൾ വരാം. ഇനി നമുക്ക് യൂട്യൂബ് എടുത്ത് ഇപ്പോൾ ഇത്തിരി വേഗമാക്കുന്നുണ്ട്. ഇപ്പോൾ കഴിയും. ഓക്കെ, യൂട്യൂബ് ഇവിടെ കഴിഞ്ഞു. ഇനി 3 കൂടി ആവുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കഴിയാനാകും.
ഓക്കെ, ഇനി ടെഡി ബെയറിൻ്റെ കുടുക്ക്, കണ്ണ്, മൂക്ക്, വൈറ്റ് ടെഡി ബെയർ ആയാട്ടെ ഇവിടെ. ഒരു പാണ്ടൻ ആയാട്ടെ. എന്നിട്ട് അപ്പുറത്തെ പേജ് വേഗം എടുത്തിട്ട് അപ്പുറത്തെ പേജ് ഗൂഗിളാണ്. ഗൂഗിൾ കഴിഞ്ഞാൽ പിന്നെ ഗാലറി ഉണ്ട്. സോറി, ഇത് വീട് പോയതാണ്. ഗൂഗിൾ, എന്നിട്ട് ഫോണിലും കളറെടുത്തു. നമ്മുടെ ഗാലറി അതും കൂടെ കഴിഞ്ഞിട്ട് മുഴുവനും കഴിയാനായി. ഓക്കെ, ലാസ്റ്റ് പാർട്ട് ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ കറുപ്പില്ല, ഇതും കൂടെ കഴിഞ്ഞാൽ ഓക്കെ, നമ്മളിവിടെ ഒക്കെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇത് മുഴുവൻ ഒന്ന് കാണിച്ചിട്ട് ഫസ്റ്റ് പേജ് ഫോൺ തുറന്നു. ഇവിടെ ഞെക്കിയിട്ട് ഫോൺ തുറന്നു. കോണ്ടാക്റ്റ് സനു. വാട്സപ്പ് എടുത്തിട്ട് വാട്സപ്പ് ഞെക്കുക. ഇതാണ് യൂട്യൂബ്. ഇതോ ക്യാമറ. ഇതിൻ്റെ ഒരു കുറേ പേജ് മറിച്ചിട്ട് പോയി. ഇതാണ് ഗാലറി. ഗാലറി കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ. ഫോണിന് ഞാൻ കളർ എടുത്താണ്. പിന്നെ ഇതാണ് അവസാനത്തെ ഫോട്ടോ. ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പം ഇങ്ങനെയാണല്ലേ അത്. ഇപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സൈനിങ് ഓഫ്.